Okay, what is special? This is what? Mango sweet milk. നമ്മൾ ഇത് രണ്ടുമാണ് മേടിച്ചത്. ഇത് മാംഗോ, സ്വീറ്റ് മാംഗോ, ഇത് റെഡ് ഗോവ. നല്ല മധുര, ഭയങ്കര മധുര. Mango stand like from Thailand. ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ ഫുജേറ ഫ്രൈഡേ മാർക്കറ്റിലാണ്. ഇവിടെ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അവർ ഫ്രഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിക്കാം. മാർക്കറ്റിൽ നമ്മൾ കയറി കുറച്ച് ഫ്രൂട്ട്സൊക്കെ ട്രൈ ചെയ്തു. കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വിട്ടു. ഇഷ്ടപ്പെട്ട് നമ്മൾ മേടിച്ചിട്ട് കഴിച്ചു. ഇപ്പം നമ്മൾ കോൺ ഓർഡർ ചെയ്തിട്ടുണ്ട്. കോണിന് വെറും 5 dirhams ഉള്ളൂ കേട്ടോ ഇവിടെ, ഒരു ഫുൾ കോണിന്. അപ്പോൾ ഒരു കോൺ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മളെല്ലാം മേടിക്കത്തില്ല, പക്ഷേ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഭയങ്കര റീസണബിൾ റേറ്റ് ആണ്. പക്ഷേ അവർ കട്ട് ചെയ്ത് പാക്കേജ് ആക്കിയിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്. കോസ്റ്റ്ലി എന്ന് വെച്ചാൽ നമ്മളിപ്പം കഴിച്ച ഗോവയാണേലും മാംഗോ ആണേലും കട്ട് ചെയ്തതിന് 10 dirhams അവർ സെല് ചെയ്യുന്നത്. അത് ഇത്രയും തിന്നായിട്ട് അവർ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് എനിക്ക് 10 dirhams ആയിട്ട് തോന്നി. നമുക്കൊരു കിലോ തന്നെ ചിലപ്പോൾ ആ റേറ്റിന് കിട്ടാം. പക്ഷെ നല്ല ഫ്രഷ് ആണ്, നല്ല മധുരമുണ്ട്. എനിക്ക് ഓവർ മധുരമായിട്ടാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഇതുപോലത്തെ പ്ലാൻ ഷോപ്സും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്, പിന്നെ ഈ കർട്ടൻ മാറ്റ് അങ്ങനത്തെ ഷോപ്സും ഉണ്ട്. ഇവിടെ ഫുൾ ഈ സ്ട്രീറ്റ് മൊത്തം ഇങ്ങനത്തെ ഷോപ്സ് ആണ്. ഇവിടെ 5 dirhamsന് സാധനം ഒരു സോൾട്ടും ലെമണും ചില്ലി പൗഡറും ഒക്കെ ഇട്ടിട്ടുണ്ട്. കൊള്ളാം, 5 dirhamsന് വെർത്താണ്. സോ നമ്മളിപ്പം കോർഫക്കാൻ്റെ ഫ്രൈഡേ മാർക്കറ്റിൽ വന്നേക്കാണ്. ഇവിടെ കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ കാണാനൊക്കെ ഒരു ലുക്കുണ്ട്. ഇനി പോയി നോക്കാം. അവിടുത്തെ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തു. ഇനി ഇവിടുത്തെ ഫ്രൂട്ട്സ് ടേസ്റ്റ് ചെയ്ത് ഇവിടുത്തെ പ്രൈസ് റേഞ്ച് അറിഞ്ഞിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം ഏത് ഫ്രൈഡേ മാർക്കറ്റാണ് നല്ലത്. സോ ഇതാണ് ഇവിടുത്തെ കോർഫക്കാൻ്റെ ഫ്രൈഡേ മാർക്കറ്റ്. വന്ന് കയറിയപ്പോൾ തന്നെ അവർ ടേസ്റ്റ് ചെയ്യാൻ തന്നു. कोला तो ये क्या है? ये मंदारिन है सिस्टर, ये मंदारिन है, बहुत मीठे है. इधर का चलेगा. ये नीचे बॉक्स में दे है. हमें लगाना था, मैं तो पैकेट को चेक दिस सिस्टर. राइट, एना के बुट्टा से कमाते बना माशाल्लाह. सिस्टर को अंदर लेके जाओ. मैंगो स्पाइसी नॉर्मल, मैंगो सवार स्पाइसी नॉर्मल. सबसे बेस्ट क्या है? बेस्ट हमारा पास है मैंगो. मेरे को मालूम नहीं. डालेगा ना, बहुत अच्छा लगेगा. ट्राई करने. ओके. चेक दिस मैंगो स्वीट, सो स्वीट, लोकल. चेक दिस चीकू, लोकल स्वीट. How much? This pickle
जैसा नारियल का मलाई है ऐसा इसका शुगर cake। केन नो दिस इज Dates, please. कितना चाहिए आपको? 2 चाहिए? 2 चाहिए? ഇപ്പം നമ്മൾ കോർഫക്കാൻ ഷീസ് റെസ്റ്റ് ഏരിയയിലാണ് നമ്മൾ വന്നത്. അവിടെ ഷോപ്പ് നമ്പർ 17. ആള് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ആളുടെ കസ്റ്റമർ സർവീസ് നല്ല അടിപൊളിയായിരുന്നു. ആൾ കുറേ സാധനങ്ങൾ തന്നു നമുക്ക് റീസണബിൾ റേറ്റിൽ. നമ്മൾ 50 dirhamsന്റെ ഉള്ളിൽ 1 കിലോ മാങ്ങ, പിന്നെ ഈ പാഷൻ ഫ്രൂട്ട്, ഈ പൈനാപ്പിള്, പിന്നെ കോക്കനട്ട്, നിങ്ങൾ കണ്ടുപോലെ കുറേ സാധനങ്ങൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. അടിപൊളിയായിരുന്നു. ഷോപ്പ് നമ്പർ 17. ഇവിടെ വന്നാൽ മതി. അവിടുത്തെ എല്ലാ സ്റ്റാഫ്സും നല്ല അടിപൊളി. അല്ലാത്തവരൊക്കെ നല്ല തന്നെയാണ്, പക്ഷെ ഭയങ്കര ഒരുമാതിരി ടയേർഡ്. ടേസ്റ്റ് ചെയ്യാൻ അവർക്കൊരു മടിയാണ് തരാൻ. പക്ഷേ ഈ ഷോപ്പിലെല്ലാം നമുക്ക് ഫ്രീ ആയിട്ടൊരു വെള്ളം കിട്ടി. അപ്പം ഇവിടെ എല്ലാവരും വരിക. നമ്മൾ ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം നമുക്ക് മറ്റേ ഫ്രൈഡേ മാർക്കറ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ മറ്റേ ലോക്കൽ മാർക്കറ്റ്. ഞാൻ ആദ്യം പോയ ലോക്കൽ മാർക്കറ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അവിടെയായിരുന്നു നല്ല സർവീസും പിന്നെ നല്ല റേറ്റിനൊക്കെ. ഇവിടെ റേറ്റ് കുറച്ച് കൂടുതലാണ്. ഇപ്പം ഫോർ സപ്പോസ് കോക്കനട്ട് വാട്ടറിനും കോണിനും ഇച്ചിരി ഒരു 5 dirhams കൂടുതലാണ് ഇവിടെ. പക്ഷെ അതിൻ്റെ ഉള്ള സർവീസും ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്വാളിറ്റി നല്ലതാണ് ഇവിടെ. അപ്പം എനിക്കിതാണ് ഇന്നത്തെ ഇതിൽ ഈ ഒരു സ്ഥലമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സോ ഇതാണ് ഷീസ് പാർക്ക്. ഈ ഷീസ് പാർക്കിൽ കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒമാൻ ബോർഡർ എത്തും. അത് ഞാൻ പോയിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഷീസ് പാർക്കിൽ കയറുന്നില്ല, കാരണം ഭയങ്കര ചൂടാണ്. നാരോ റോഡാണ്, ഫുള്ള് റോക്സ് ആയിട്ട് ഭയങ്കര കച്ച റോഡായത്. നമ്മൾ ആക്ച്വലി ഒമാനിലെത്തി. എനിക്ക് ഫോണിൽ മെസ്സേജ് ഒക്കെ വന്നു ഒമാനിലെത്തിയെന്ന്. കുറേ വണ്ടികൾ പോകുന്നുണ്ട്, പക്ഷെ ഭയങ്കര പേടി തോന്നും, കാരണം ഭയങ്കര അടുത്താണ്. മൗണ്ടൈൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ അപ്പുറം എനിക്ക് പോകാൻ പറ്റത്തില്ല, കാരണം റോഡ് ഭയങ്കര കുഴിയിലോട്ടാണ് പോയേക്കുന്നത്. സോ ഇതിൻ്റെ അപ്പുറം എനിക്ക് തോന്നുന്ന ഒരു റിസോർട്ടാണ്. ഇതൊക്കെ റിസോർട്ടാണ്, ഇതെല്ലാം റിസോർട്ടാണ്. ഈ വലിയ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ റിസ്ക് എടുക്കുന്നില്ല, ഇവിടെ വരെ നിർത്തി. എനിക്ക് ഫോണിൽ മെസ്സേജ് കിട്ടി ഒമാൻ ബോർഡറിലാണെന്ന്. ഫുൾ മൗണ്ടൻസ് ആണ്. ഭയങ്കര ചൂടാ, ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഉണങ്ങി വാടിപ്പോവും. എനിക്കറിയില്ല ഈ സമയത്തൊക്കെ ആരാണ് ഇവിടെ റിസോർട്ടിൽ വന്ന് താമസിക്കുന്നത്. വെറുതെ വന്ന് കാണാനൊക്കെ ഓക്കെ. എനിക്കൊന്ന് വിൻ്റർ സീസണിൽ, ഞാൻ ഇതിനു മുന്നേ വിൻ്റർ സീസണിൽ വന്നത്, അപ്പം നല്ല രസമായിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു, പക്ഷേ നമുക്കൊന്ന് ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും. ഇവിടെ ഭയങ്കര ചൂടാണ്, നമുക്ക് നിൽക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. ഒരുപാട് ചൂടായതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല, നമ്മൾ തിരിച്ചു പോന്നു. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളൊരു ചെറിയ മാർക്കറ്റിൽ കയറി. അവിടെ നമ്മൾ വലിയൊരു
വാട്ടർമെലൺ കണ്ടു. ഭയങ്കര ഹ്യൂജ് ആയിരുന്നു. എനിക്കറിയില്ല, ഈ വീഡിയോയിൽ അത്ര തോന്നിക്കില്ല, പക്ഷേ സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയ വാട്ടർമെലൺ ആയിരുന്നു. ഒടുക്കത്തെ വെയിറ്റ് ആയിരുന്നു അതിന്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ ഫ്രൂട്ട്സൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് വീട്ടിൽ പോയി. സോ അടുത്ത വീഡിയോ വരയ്ക്കും. ബൈ.